പാലരുവി സീസൺ ജൂൺ 1 ആരംഭിച്ചെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വനസംരക്ഷണ സമിതിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. വെള്ളം കുറവാണെങ്കിലും ഇവിടെ സഞ്ചാരികളുടെ വരവ് തുടങ്ങിയിട്ടുണ്ട്. ദിനംപ്രതി 2000-ഓളം പേർ വന്നുപോകുന്ന ഇവിടെ സഞ്ചാരികൾക്ക് വേണ്ട ഒരു സൗകര്യവും ഒരുക്കിയിട്ടില്ല. വനസംരക്ഷണ സമിതി ഓഫീസിൽ നിന്ന് പാലരുവിയിലേക്ക് കടന്നാൽ പ്രാഥമിക ആവശ്യങ്ങൾക്കായി സഞ്ചാരികൾ നെട്ടോട്ടമോടുന്ന കാഴ്ച കാണാം. കടുവാപ്പാറയിൽ ഗൈഡുകൾക്കായി സ്ഥാപിച്ച വിശ്രമ സങ്കേതം ചോർന്നൊലിക്കുകയാണ്. ഇവർ മഴയത്തും വെയിലത്തും പുറത്തുനിന്ന് വേണം ജോലി ചെയ്യാൻ. കടുവാപ്പാറയിൽ താൽക്കാലികമായി നിർമ്മിച്ച തകര ബാത്റൂമാണ് ഉള്ളത്. ഇത് ടൂറിസ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ടൂറിസ്റ്റുകൾക്ക് ഭക്ഷണം കഴിക്കാനോ വിശ്രമിക്കാനോ സൗകര്യങ്ങളില്ല. പാലരുവിയിൽ പ്രവർത്തിക്കുന്ന ക്യാൻറ്റീനും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. പുറത്തുനിന്ന് ഭക്ഷണം കരുതാതെ എത്തിയാൽ പട്ടിണി തന്നെ ശരണം. നമുക്ക് ആവശ്യത്തിന് വേണ്ട സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ബാത്റൂമോ അല്ലെങ്കിൽ ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളോ മറ്റൊന്നും ഇവിടെ ഇല്ല. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിനും എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാനും ആസ്വദിക്കാനും ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷേ സൗകര്യങ്ങൾ വളരെ കുറവാണ്. 2003 ചെറു സൗകര്യങ്ങളോടെ സന്ദർശകർക്ക് തുറന്നുകൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ മാത്രമാണ് ഇന്നും ഉള്ളത്. പാലരുവി വനസംരക്ഷണ സമിതിക്ക് 45 ലക്ഷത്തോളം രൂപ നീക്കിയിരിപ്പുണ്ട്. ഇത് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ചുമതലയുള്ള ഉദ്യോഗസ്ഥർ വികസനത്തിന് തടയിടുകയാണ് എന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.